നമസ്കാരം. ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾക്ക് കോടിക്കണക്കിന് ഭാരതീയർക്ക് പുണ്യ നദിയാണ് ഗംഗ. അതായത് ഗംഗാ നദിയിൽ വന്ന് പ്രത്യേകിച്ചും വാരാണസി പോലെയുള്ള ഭക്തിയുടെ തലസ്ഥാനത്ത് എത്തി അവിടെ നിന്നും ഗംഗാ നദിയിൽ പുണ്യസ്നാനം ചെയ്ത് അവിടുത്തെ ആരതി അടക്കമുള്ള പൂജകളിലും മറ്റു പ്രധാനപ്പെട്ട മതപരമായ ചടങ്ങുകളിലുമെല്ലാം പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ഹിന്ദുവിനെയും സംബന്ധിച്ചിടത്തോളം, സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഒരു പുണ്യകർമ്മമാണ്. ഗംഗാ നദിയെ പാപമെല്ലാം കഴുകിക്കളയുന്ന പുണ്യനദിയായിട്ടാണ് സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നവർ എല്ലാം കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവർ അത്രമാത്രം പവിത്രതയോടുകൂടി കാണുന്ന നദിയാണ്. എന്നാൽ ആ പവിത്രതയെ ഇല്ലാതാക്കുന്ന ഒരു ശ്രമമാണ് വാരാണസിയിൽ നിന്നും കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. അത് മറ്റൊന്നുമല്ല, ഇപ്പോൾ റംസാൻ കാലയളവാണ്, റംസാൻ വ്രതം നടക്കുന്ന കാലഘട്ടമാണ്. ഇഫ്താർ പാർട്ടികൾ രാജ്യത്തുടനീളം നടക്കുന്നുണ്ട്. വലിയ സന്തോഷത്തിൻ്റെ അന്തരീക്ഷത്തിലാണ് ഈ ഇഫ്താർ പാർട്ടികൾ നടക്കാറുള്ളത്. എന്നാൽ വാരാണസിയിലെ ഒരു സംഘം യുവാക്കൾ, 20-25 വയസ്സോ പ്രായമുള്ള യുവാക്കൾ, 14 പേരടങ്ങുന്ന സംഘം, അവർ ഇഫ്താർ പാർട്ടിക്ക് തിരഞ്ഞെടുത്തത് ഗംഗാനദിയാണ്. ഒരു ബോട്ടിൽ ഗംഗാനദിയിൽ വെച്ചിട്ടാണ് ഇവർ ഇഫ്താർ പാർട്ടി നടത്തിയത്. ചിക്കൻ ബിരിയാണി അടക്കമുള്ള മാംസ വിഭവങ്ങൾ ഈ ഇഫ്താർ പാർട്ടിയിൽ വിളമ്പിയിരുന്നു. ഇഫ്താർ പാർട്ടി നടത്തി അതിനുശേഷം മാംസ വിഭവങ്ങളുടെ അവശിഷ്ടങ്ങളെല്ലാം പുണ്യനദിയിലേക്ക് തള്ളുകയും ഇതിൻ്റെ എല്ലാം വീഡിയോ ദൃശ്യങ്ങൾ അത് ചിത്രീകരിച്ച് റീലുകളടക്കം ഉണ്ടാക്കി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. സമൂഹ മാധ്യമങ്ങളിൽ ഈ ദൃശ്യങ്ങൾ വൈറലായതോടുകൂടിയാണ് വിമർശനങ്ങൾ ഉണ്ടായത്. ഹിന്ദുക്കളുടെ പുണ്യനദിയായ ഗംഗയിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളിക്കൊണ്ട് ഇത്തരത്തിൽ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന രീതിയിൽ വലിയ വിമർശനങ്ങൾ ഈ വീഡിയോകൾക്ക് നേരെ ഉണ്ടാകുന്നു. അതിനുശേഷം ഇതിൽ പോലീസിൻ്റെ ഇടപെടലുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം 14 യുവാക്കളെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതായത് മതസ്പർദ്ധ, ഇത്രയധികം പുണ്യനദിയായി കാണുന്ന ഗംഗയിൽ വാരാണസി പോലെയുള്ള തീർത്ഥാടന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇത്തരത്തിലൊരു മതവിരുദ്ധമായ കാര്യം ചെയ്തിരിക്കുന്നത്. ഇത് ഒരു വിഭാഗം മതസ്ഥരുടെ ഇടയിൽ മതസ്പർദ്ധയുണ്ടാക്കുക, രണ്ട് മതവിഭാഗങ്ങൾക്കിടയിൽ തർക്കമുണ്ടാക്കുക, സംഘർഷമുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഗംഗാനദിയെ മലിനീകരിക്കാനുള്ള ബോധപൂർവമായ പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം ഗംഗാനദിയിൽ തള്ളി എന്നാണ് പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഈ 14 പേരെയും അറസ്റ്റ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ വാരാണസിയിലെ പ്രസിഡന്റ് രജത് ജയ്സ്വാളിൻ്റെ പരാതിയിന്മേലാണ് ഭാരതീയ ന്യായ സംഹിതയുടെ വകുപ്പ് 298, 299, 196, 270, 223 എന്നീ വകുപ്പുകൾ പ്രകാരവും ജല മലിനീകരണ നിയന്ത്രണ നിയമത്തിലെ ബന്ധപ്പെട്ട വകുപ്പ് പ്രകാരവും ഈ യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. ഈ യുവാക്കളെല്ലാം ആ സമീപ പ്രദേശത്തെ അല്ലെങ്കിൽ വാരാണസിയുമായി ബന്ധപ്പെട്ട് സാരി വിപണനം നടത്തുന്ന അല്ലെങ്കിൽ സാരി വിൽക്കുന്ന കടകളുടെയൊക്കെ ഉടമസ്ഥരാണ് ഈ 14 പേരും. വാരാണസിയിൽ കച്ചവടം നടത്തുന്ന ആളുകളാണ്. ഇവരാണ് ഇത്തരത്തിൽ ഗംഗാനദിയെ മലിനീകരിക്കുന്ന, ഹിന്ദുക്കളുടെ വിശ്വാസത്തെ മുറിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഗംഗാനദി മലിനീകരണപ്പെട്ട ഒരു നദിയായിരുന്നു. അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട ഒരു നദിയാണ് ഗംഗാനദി. മാലിന്യങ്ങൾ, വ്യവസായ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യങ്ങൾ, ഗാർഹിക അവശിഷ്ടങ്ങൾ, അതോടൊപ്പം മൃതദേഹങ്ങളടക്കം ഒഴുകി നടന്നിരുന്ന ഒരു നദിയായിരുന്നു. 2014 പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷമാണ് നമാമി ഗംഗ പ്രോജക്റ്റ് നടപ്പിലാക്കിയത്. ആ പദ്ധതിക്ക് ശേഷമാണ് മാലിന്യമുക്തമായി ഗംഗാനദി ഒഴുകാൻ തുടങ്ങിയത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ അക്ഷരാർത്ഥത്തിൽ ഗംഗാനദി പുണ്യനദിയാണ്, പവിത്രതയുള്ള നദിയാണ്. ആ നദി ശുദ്ധീകരിക്കാനായി ഈ രാജ്യം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടുണ്ട്. ഈ ഗംഗാനദിക്ക് ഒരു പവിത്രതയും വാരാണസിക്ക് ഒരു തീർത്ഥാടന കേന്ദ്രവും ഒക്കെ ആയതുകൊണ്ടാണ് 10,000-കണക്കിന് ജനങ്ങൾ ഓരോ ദിവസവും അവിടെ എത്തുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ യുവാക്കളടക്കമുള്ളവർക്ക് ജോലിയും അവർക്ക് കച്ചവട സാധ്യതയുമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിൽ അവർ അവരുടെ സ്വന്തം കഞ്ഞിയിൽ പാറ്റയിടുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. ഗംഗാനദിയെ മലിനീകരിക്കുക, അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുടെ മതവികാരം വ്രണപ്പെടുത്തുക എന്നീ 2 പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. ഇരു മതവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷത്തിന് കാരണമായേക്കാവുന്ന പ്രവർത്തനങ്ങൾ അതിലുണ്ട്. ഇതെല്ലാം റീലുകളെടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക, കലാപമുണ്ടാക്കുക എന്ന ലക്ഷ്യം അതിനകത്തുണ്ട്. ഇതിനെല്ലാമാണ് ഇപ്പോൾ വാരാണസി പോലീസ് കൃത്യമായ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്.
സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.